എന്റെ പേര് ഋഷിത്. ഞാൻ പാട്ട് പാടുന്നേ. ഞാൻ ഒന്നിൽ പഠിക്കുന്നു. ധർമ്മസമാജത്തെ ചൊവ്വക്ക്. ആടിന്നൻ മകനെ പുന്മകനെ മുത്തായവാണ് എങ്ങും സൂര്യനും ഒന്നായവാണ് കാലം കാട്ടുവത്താരശാകനെ സുധാരകാൻ അണ്ണൻ ഭയമേ മാറിപ്പോതി അണ്ണൻ വന്നാൽ വെട്ടുന്നില്ലേ ഇരട്ടൽ സിറ്റി പാറും രാജാഭിത്തി എല്ലാരും ചൊല്ല് ഇവരെ ചേരും ചേരും ഇതൊക്കെ കാലം നടക്കെ വെച്ചാൽ സൊറക്ക് പത്തിൽ 10 എല്ലും വിനാട്ടി അണ്ണൻ തന്നാടന്തണം എല്ലോർ വിനാട്ടി അണ്ണൻ തന്നാടന്തണം എല്ലോർ വിനാട്ടി തേങ്ങ കത്തിക്കൊണ്ട് വിദ്യാരമം കുത്ത് തോട്ടിൽ കാഞ്ചി വേലി ശീലം കൊണ്ട് മാറാത്തവാരി നെഞ്ചിൽ കോട്ടയത്താരം കഴിയാത്തവാശി അണ്ണൻ പഴമേ മാറിപ്പോതി അണ്ണൻ മകൻ വിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി എല്ലാരും ചൊല്ലു ഇവരെ ജരും തിരക്ക് കാലം നടക്കി വെച്ചാൽ എല്ലും വിനാട്ടി അണ്ണൻ തന്നാടന്തനവെല്ലോർ വിനാട്ടി അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു വർണ്ണങ്ങൾ കൊണ്ട് വസന്തം തീർക്കുന്ന കലാകാരൻ OP ഷൈജു, വിഷുദേവിന്റെ അച്ഛനാണ്. എന്റെ പേര് OP ഷൈജു. എന്നെ പരിചയം എല്ലാവർക്കും ഉണ്ടാവും, പുതിയ പരിചയം ഉണ്ടാവില്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതെ, എല്ലാവരും നല്ല എൻജോയ് ആയി പാട്ട് പാടുക. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, ബാക്കി എല്ലാവരും പാട്ട് പാടി ഡാൻസ് ചെയ്യുക. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഏതോ വിഷയത്തിലും തൻ്റെതായ നിലപാടുകളുള്ള, തൻ്റെതായ വിമർശനങ്ങളുള്ള, എല്ലാ കാര്യത്തിലും പോസിറ്റീവ് ചിന്താഗതിയുള്ള പ്രശസ്ത നിരൂപകനും സുമേഷ്. എന്റെ പേര് സുമേഷാണ്. ഞാൻ അടച്ചോട്ടെ. യാത്രയെ പറ്റിയൊന്നും പറയാനില്ല. ഞാൻ ഇംഗ്ലീഷ് പണ്ട് ജീപ്പ് പിടിച്ച് പോകുമ്പോഴേ ഇംഗ്ലീഷ് കൂടെ. ഇന്നിപ്പോ ആയുസ് ആരോഗ്യമുള്ള കാലത്തോളം ഞാൻ ഇംഗ്ലീഷ് ഉണ്ടാകുമെന്ന് പറഞ്ഞു യാത്രയിൽ. പിന്നെ പുതുവങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞു. കുറെ ആൾക്കാർ പുതുവങ്ങളുണ്ട്. നമ്മളെപ്പോലെ പുതുവങ്ങള് പിന്നെ യാത്രയിൽ തുടർന്ന് വരുന്നത് കുറവാണ്. കാരണം ശരി കാണല് പുണ്യാട്ടം നമ്മളെപ്പോലെ ഇപ്പൊ തുടർന്ന് വരുന്നുണ്ട് യാത്രക്ക്. മറ്റു പുതുവങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ യാത്രക്ക് നമ്മൾ കാണാറില്ല. അപ്പൊ എല്ലാവരും ഇനി അടുത്ത യാത്രകൾ നമ്മളെപ്പുറം ഉണ്ടാണെന്ന് അഭ്യർത്ഥിക്കുന്നു. പാട്ട് പാടല്ലോ, പക്ഷെ എനിക്ക് അല്ല വരി എത്ര അറിയില്ല. എന്റെ നെഞ്ചം കൊട്ടി പാടണ തോറ്റം പാട്ട്
നിന്റെയുള്ള വലിയനെ അത് കേട്ടു കേട്ട് എന്റെ പൊന്നു മുത്തപ്പ ഈ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുൻപിൽ എന്നും നീട്ടി എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ തന്നിടണേ ഭാഗ്യം കാണാൻ നിന്റെ നീരാട്ട് മണ്ണിൽ വന്ന കൈലാസേശായി നീരാട്ട് തന്നിടണേ ഭാഗ്യം കാണാൻ നിന്റെ ആട്ട് മണ്ണിൽ വന്ന കൈലാസേശായി നീരട്ട് നിന്നടയിൽ വരുവോർക്കെല്ലാം എന്നും ചോറൂട്ട് നിന്നടയിൽ വരുവോർക്കെല്ലാം എന്നും ചോറൂട്ട് എന്തിനായി വരികൾക്ക് പറഞ്ഞു പറശ്ശിനി ദേവാമിൻ വിളയാട്ട് എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ വരി മുറിഞ്ഞു അതാ പാടാതെ താങ്ക് യു. അടുത്തതായി നീരവ്. ഇല്ല 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 അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു കൊച്ചു കൂട്ടുകാരി താനിയ. കൊച്ചു പൂമ്പാറ്റ് കൊച്ചു പൂമ്പാറ്റ് നാട് നടക്കുന്ന പൂമ്പാറ്റ് നീ ഓടി വാ 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 കൊച്ചു പൂമ്പാറ്റ് നാട് നടക്കുന്ന പൂമ്പാറ്റ് നീ ഓടി വാ 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 കൊച്ചു പൂമ്പാറ്റ് നാട് നടക്കുന്ന പൂമ്പാറ്റ് നീ ഓടി വാ വാ വാ. പ്രികേഷ് കാപ്പിന്റെ മോളാണ്. ചെറുപ്പകാലം മുതലേ ഞങ്ങൾ കേൾക്കുന്ന ഒരു പരസ്യവാചകമുണ്ട്. പാമ്പൻ പാലത്തിന്റെ പര്യായം ശങ്കർ സിമന്റ്, തകർക്കാൻ പറ്റാത്ത വിശ്വാസം. അതുപോലെ തന്നെ ഇനിയും ഒരു 50 വർഷങ്ങൾ കഴിഞ്ഞാലും എന്നും നിത്യ യൗവനമായ സന്തൂർ സോപ്പിന്റെ നിറഞ്ഞ പരസ്യമായ സ്വപ്ന കാപ്പിച്ചേരി. വയസ്സ് 50 സപ്നേച്ചിന്റെ മോന് പെണ്ണ് കാണുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. സപ്നേച്ചിനെ തന്നെ വിളിച്ചാൽ 5 വയസ്സ് മൂത്തിയാ മതി. 5 വയസ്സ് എന്റെ പേര് സ്വപ്ന. ഇന്ന് ഈ യാത്ര 1.5 മണിക്കൂർ വൈകിയതിൽ ഒരു പ്രധാനമായ അനക്കമുണ്ട്. പക്ഷേങ്കിൽ ഈ യാത്രയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലാന്ന് വിചാരിച്ചിന്. പക്ഷേങ്കിൽ ഇന്നലെ മുതൽ ഇന്ന് 6 മുതൽ തുടങ്ങിയതാണ്. ഇവിടെ വരുന്നവരെയും ട്രസ്റ്റ് എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതിൽ പങ്കെടുക്കൊണ്ടോണ്ട് എന്നിട്ടാണ് ഞാൻ നല്ല കുറ്റം പറയും. അത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വൈകിന്. അപ്പൊ അടുത്ത യാത്രയിൽ ഞാൻ 1/2 മണിക്കൂർ നേരത്തെ വരാം. എന്നാ എല്ലാരും അടിച്ചു പൊളിക്കും. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു തന്റേതായ സ്വതസിദ്ധമായ കഴിവുകൾ കൊണ്ട് തന്റെ ജോലിയിലും വ്യക്തിത്വത്തിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച PK രാകേഷ്. എന്നാ വിളിച്ച? എന്റെ പേര് രാകേഷ്. കാപ്പിച്ചേരിയാണ് സ്ഥലം. കുട്ടൻ കാപ്പിച്ചേരിന്റെ അടുത്ത് തന്നെയാണ്. നമ്മളെപ്പോഴും ഒരുമിച്ച് തന്നെയാണ്. പിന്നെ ഈരോഷേറിന്റെ കൂടെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം കുറെ നാളായി. മിക്കവാറും എല്ലാ യാത്രയിലും പങ്കെടുക്കലെന്ന് പറയാൻ പറ്റൂല. കാരണം ആ സമയത്ത് ജോലിയുടെ പ്രശ്നങ്ങളുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇപ്പൊ പിന്നെ ഫ്രീ ആയതുകൊണ്ട് ഏത് സമയത്തും പോകുന്നതിന് ഒരു പ്രശ്നമില്ല. ഇപ്പൊ ബജാജ് ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നത്.
പിന്നെ എന്താ പറയണ്ടേ, ഇതിൽ യാത്രയിൽ എൻ്റെ ഭാര്യയും 2 കുട്ടികളുണ്ട്. നമ്മൾ മിക്കവാറും എല്ലാ യാത്രയിലും ഒരുമിച്ച് തന്നെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഞാൻ പാടുന്നതിനൊക്കെ അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ശക്തിയുടെ പര്യായവും നൃത്തത്തിലെ ഹേമമാലിനിയുമായ നിബ്ന കാപ്പിച്ചേരി. തടിയുള്ളോട് എഴുതിക്കാതെ കഴിയാണ്ടായിരുന്നു ആ പെണ്ണ്. എന്റെ പേര് വിഘ്ന. എല്ലാരും മാളോ വിളിക്കും. മാളോ വിളിക്കുന്നേക്ക് എനിക്ക് എളുപ്പം. പറയുന്നില്ല, എല്ലാവരും എൻജോയ് ചെയ്യാം. കാപ്പിച്ചേരി കുട്ടന്റെ വായന. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു പാചകകലയിൽ വൈവിധ്യമാർന്ന വിഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയ പാചക റാണി സുജിഷ കാപ്പിച്ചേരി. എല്ലാവരും കാപ്പിക്കൊണ്ട് വന്നാ എൻ്റെ പേര് സുജിഷ. കാപ്പിച്ചേരി വരുന്നു. ഇത് രാകേഷിന്റെ വൈഫാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാവരും എൻജോയ് ചെയ്യാം. ഞാൻ ക്ലീൻ കേരള കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാവരും എൻജോയ് ചെയ്യാം. അടുത്തതായി ഷീന. എൻ്റെ പേര് ഷീന. ഞാൻ വരുന്നത് മോറാനിൽ നിന്നാണ്. ഞാൻ സീഡിറ്റിൽ താഴേച്ചുവ സീഡിറ്റിൽ വർക്ക് ചെയ്യുന്നു. അടുത്തതായി സ്ത്രീകൾക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ട് തന്റേതായ സംരംഭത്തിലൂടെ വ്യക്തിമുദ്ര ലഭിച്ച സ്ത്രീ ശാസ്ത്രിയുടെ ഉദാഹരണം ബിജിന. ഭാര്യയുടെ പേര് എൻ്റെ പേര് വിജിന. വിജിന ഉണ്ണേട്ടൻ്റെ ഭാര്യയാണ്. ഞാൻ വേലച്ചുവ CSC വർക്ക് ചെയ്യുന്നത്. എൻ്റെ 2 ഫ്രണ്ട്സ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ എന്നാ മുണ്ടയുടെ വീട്. ഇത്രയേ ഉള്ളൂ. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നിറഞ്ഞ ചിരിയോടെ എല്ലാവരെയും സമീപിക്കുന്ന കൂട്ടുകാർക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരൻ, സഹോദരിമാർക്ക് പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ത്യൻ യുവജന പ്രസ്ഥാനത്തിന്റെ എടക്കാട് ഏരിയയിലെ തീപ്പന്തം, എടച്ചോവയിലെ വിപ്ലവ സൂര്യൻ അഭിജിത്ത് എടച്ചോവ. അപ്പോ കേരളം ഇരുപത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കുറച്ച് ദിവസമായിട്ട് തിരക്കായി പോയി. ഏട്ടന്റെ കല്യാണമല്ലേനു. അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണായി പോയി. എന്നാലും ഡാൻസ് കളിച്ച് അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോ നേരത്തെ പറഞ്ഞ ആ 4 ആളും എന്റെ കൂടെ വന്നെയാണ്. അപ്പോ ഓറും നമ്മുടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി നേരത്തെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല.
അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്നും രാവിലെ ശുദ്ധമായ പാൽ നൽകിക്കൊണ്ട് നിങ്ങളെ വിളിച്ചു നിർത്തുന്ന പാൽക്കാരൻ ആദർശ്. എൻ്റെ പേര് ആദർശ്. ഞാൻ എളനാട് മിൽക്കിൽ വർക്ക് ചെയ്യുന്നു. വീട് ഇടക്കാടാണ്. എല്ലാവരും എൻജോയ് ചെയ്യും. അടുത്തതായി നവദമ്പതിമത്തെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആദർശ്, ശ്രേയ. നവദമ്പതികൾക്കും ഈ യാത്ര അനുഗമിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്നലെ അബീൻ്റെ ഏട്ടനായിട്ട് വരും. അതായത് ഇന്നലെ കല്യാണം കഴിഞ്ഞ ഹിറോഷാനൊപ്പം ഒരു ട്രിപ്പ് പോകണമെന്ന് പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായി. പോകാൻ പറ്റിയതിൽ വളരെ സന്തോഷം. കല്യാണത്തിന് ചെറിയ ക്ഷീണമെല്ലാം ഉണ്ട്, എന്നാലും നമുക്ക് ട്രിപ്പ് അടിച്ചു വിളിക്കാം. എൻ്റെ പേര് ആദർശ്, എൻ്റെ വൈഫിൻ്റെ പേര് ശ്രേയ. അവള് SBIയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മാനന്തവാടി. ചേച്ചി നല്ലോണം പാടും. ഏട്ടന് പാടിക്കൊടുക്കലുണ്ട്. ഏട്ടന് രാത്രി പാടും, ചേച്ചി പാടും, രണ്ടാളും പാടും. പാടും പാടും. കിച്ചു നല്ലോണം പാടും. കിച്ചു രാത്രി പാടിക്കൊടുക്കുന്ന പാട്ട്. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഈ യാത്രയിൽ പങ്കെടുക്കാനായി കാനഡയിൽ നിന്നും എത്തിച്ചേർന്ന അശ്വന്ത്. ഒറ്റയ്ക്ക് വിളിച്ചില്ല. ഹാപ്പി ക്രിസ്മസ്. ഹലോ, എൻ്റെ പേര് അശ്വന്ത്. ഞാൻ പനങ്കാവിലാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചക്കാണ് അബി വന്നിട്ട് പറയുന്നത്, അല്ല ഇന്നൊരു ട്രിപ്പ് ഉണ്ട്, നീ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ നിർബന്ധിച്ച് അങ്ങനെ പെട്ടെന്ന് വഴങ്ങി. പിന്നെ എല്ലാ പ്രിപ്പറേഷനും പെട്ടെന്നായിരുന്നു, അതാണ് കുറച്ച് ഡിലേ ആയത്. പിന്നെ എൻ്റെ വൈഫ് ഉണ്ട് കൂടെ. നമ്മൾ രണ്ടാളെ കാനഡയിലാണ്. അപ്പോൾ വീട് പനങ്കാവില. അപ്പൊ ഇനി വൈഫ് വരും. അടുത്തതായി ദില്ലിയെ ക്ഷണിക്കുന്നു. അശ്വന്ത് ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്, കല്യാണത്തിന് ക്ഷണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതിന്റെ എല്ലാ ചെലവും രണ്ടാളും കൂടി വഹിക്കുന്നതായിരിക്കും. എൻ്റെ പേര് ദിൽന, വീട് പുതിയാപ്പറമ്പാണ്. അബി വന്നാൽ ഈ ട്രിപ്പിൽ വന്നത് ഭയങ്കര വൈബാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൽ വരാൻ വേണ്ടി തീരുമാനിച്ചത്. 2 ആഴ്ച മുന്നേ കാനഡയിൽ നിന്ന് വന്നതാണ് അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. എല്ലാവരും അടുത്തടുത്ത് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ചന്ദ്രദാസ്. മടിച്ചു നിൽക്കുന്നു. വാ വാ വാ, ചെറിയ കുട്ടികൾ വരെ വന്ന് വർത്തമാനം പറഞ്ഞു. ചന്ദ്രദാസ്, പ്രിയങ്ക,
എൻ്റെ പേര് പ്രിയങ്ക, ചന്ദ്രദാസിന്റെ വൈഫാണ്. വീട് അയാവ് ജോലിയില്ല, ഹൗസ് വൈഫാണ്. രജിന അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു കൃപ.